ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നബിയാൻ ടീച്ചറെ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 തന്നെയാണ്. പക്ഷേ ഇപ്പോഴൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പുതിയൊരു എസ്കേപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ബലൂൺ എസ്കേപ്പ് എന്ന പേര്. നേരെ ഗെയിം പ്ലേയിലേക്ക് പോവുക. നമ്മളങ്ങനെ വൈകിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഇൻട്രോ എല്ലാം അറിയാം. അതുകൊണ്ട് നമ്മൾ ഇൻട്രോ ഒന്നും കാണിക്കാണ്ട് നേരെ അങ്ങ് പോവുകയാണ്. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ജയിലിൽ നിന്ന് എണീച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഗ്രാനിയും ഗ്രാൻഡ്പിയും വരും. എന്നുവെച്ചാൽ ഇപ്പം വരില്ല, അവൻ മേലെ കയറിയേ വരൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അത് വരുന്നതുകൊണ്ടാണ് നമ്മൾ താഴെ പോയിട്ട് ഒച്ചയാക്കിയിട്ട് രണ്ടെണ്ണത്തിന് താഴെ വരുത്തിച്ചിട്ട് അപ്പം മേലെ പോവാം. എന്നാലും ശരിയാവും. ഗൈസ്, ആടെന്തോ പുതിയ സാധനം ഉണ്ട്. ഗൈസ്, ആടെന്തോ ഒരു പുതിയ സാധനമുണ്ട്. നമുക്ക് പോയിട്ട് എടുക്കണം. ഗ്രാനിയും ഗ്രാൻഡ്പിയും താഴെ എന്തായാലും വരുത്തിക്കട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. ഗൈസ് കണ്ടു, ഈ ഒച്ച കിട്ട് എന്തായാലും വരും. ഗ്രാനിയും ഗ്രാൻഡ്പിയും ഗൈസ് എന്തായാലും വരും. ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് എന്തായാലും വരും. ഗൈസ് കണ്ട, നമുക്ക് പോയിട്ട് ആടെന്തോ കണ്ട പോലിട്ട് കവും കൂടി താഴെടാം. എന്നാലും മനസ്സിലുള്ളൂ. ഫ്യൂസാണ്. അവ നമ്മൾ താഴെട്ടിട്ടുണ്ട്. എന്നിട്ട് ഒച്ച കേൾപ്പിച്ച് വന്നിട്ടില്ലെങ്കിൽ ഗൈസ് ഗ്രാനി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണൂലല്ലോ ഗൈസ്. ഇങ്ങനെ നിന്നാൽ കാണൂലല്ലോ. കാണൂലെന്ന് തോന്നുന്നു. ഗൈസ്, ഗ്രാനി അവിടെ കണ്ട്. ഗൈസ്, ഞാൻ ഗ്രാനിനെ അങ്ങ് സ്കൂട്ടായിട്ട് ഒഴിവാക്കിയിട്ട് ഗ്രാൻഡ് വന്നിട്ടില്ല. ഗൈസ്, ഗ്രാനി മാത്രമേ വന്നിട്ടുള്ളൂ. ഗ്രാൻഡ് വന്നിട്ടില്ല. ഗ്രാനി ഇവിടെല്ലാം വന്ന് സെർച്ച് ചെയ്ത് നോക്കിയോണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഗ്രാൻഡ് വന്നിട്ടില്ല. ഗ്രാനി മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഗൈസ് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഇവിടെ നമുക്ക് കൊണ്ടിട്ടിട്ട് അടുത്ത സാധനം തപ്പം. ആ പുതിയ സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. പഴയതായിട്ടുള്ളൊരു സാധനം വെച്ചാൽ പഴയ സാധനമായി വെപ്പൺ ഗിയറിൻ്റെ കിട്ടിയെങ്കിൽ വെപ്പൺ ഗിയർ നമ്മൾ എടുക്കൂ. അത് വേറെ കാര്യം. വെപ്പൺ ഗിയറിൻ്റെ കിട്ടിയെങ്കിൽ ഗൈസ് ഇടിക്കുമെന്ന് തോന്നുന്നു. ഗൈസ്, വെപ്പൺ ഗിയറിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. വെപ്പൺ ഗിയറും കിട്ടി ഗൈസ്. ഇനി നമുക്ക് ഗ്രാനി വേണ്ടതിന് വരാമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഇപ്പോൾ നമ്മൾ പുറത്തെത്തിയില്ലേ, യാതൊരു ഐഡിയ ഇല്ല. ഗ്രാനി തന്നെ ഏടുന്നല്ലോ വരും. ഗ്രാൻഡ്പി ഉണ്ട് ഗൈസ്. ഗ്രാൻഡ്പിൻ്റെ ഗെയിമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വല്ലാത്തൊരു സാധനമുണ്ട്. ഗ്രാനി 2 അടുത്തൊരു അമ്മച്ചി ഏതോ ഷെൽഫിലിട്ട് പൂട്ടി വെച്ചിനി. ഗ്രാനി 3 അമ്മച്ചി കൊടുത്ത് ആ തോക്ക്. അതുകൊണ്ട് പറയാൻ കഴിയില്ല. എന്തെല്ലോ ചെയ്തളി ഗ്രാൻഡ്പ. ഹെഡ് ഷോട്ട് പൊട്ടിച്ചടിയും ഗൈസ്. വെപ്പൺ കിട്ടിയിട്ട് ഉള്ളിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവർ എവിടെയുള്ള ഉണ്ടാകാമെന്ന് യാതൊരു ഞാൻ രണ്ടും കൽപ്പിച്ചാൽ ഗൈസ്. ഗ്രാൻഡ് പേല് ഇപ്പോൾ അടുക്കളയിലോട്ട് പോയതാണ്ട്. കണ്ട് ഗ്രാൻഡ് അടുക്കളയിൽ പോയിട്ടുണ്ട്. അപ്പം ഗ്രാനിയും ഗ്രാൻഡ് എന്താ ചെയ്യുക ഗൈസ്. മുന്നിൽ ഗ്രാൻഡ് ബാക്കിൽ ഗ്രാനി. മുന്നിൽ ഗ്രാൻഡ് ബാക്കിൽ ഗ്രാൻഡ് പൊട്ടനാ ഗൈസ്. രക്ഷപ്പെട്ട് ഗ്രാൻഡ് പൊട്ടേ സൈഡിലോട്ടാണ് വന്നേ. ആ പിടിച്ചെന്ന് വെച്ചിട്ട് ആ സമയത്ത് പിടിച്ചെന്ന് വിചാരിച്ചിനി. ഗ്രാനി പോയി. ഗ്രാനി നമ്മളെ ബാക്കുന്നേണ്ടേ. ഗ്രാനി നമ്മളെ ബാക്കുന്നേണ്ട്. ഗ്രാൻഡ് എന്നാലും ഇത് പൊട്ടനാണല്ലേ ഗൈസ്. ഞാൻ കുറച്ച് ഗ്രാനി പോയാലേ ഇനി കട്ടുന്ന് പുറത്ത് ചെയ്യൂ ഗൈസ്. ഗ്രാനി അങ്ങ് പോയിട്ടുണ്ട്. നമുക്കിനി വെപ്പണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഉണ്ട കല്ലില്ല. കല്ല് നമുക്ക് പുറക്കാൻ പോവാം. ആ ഒരു കല്ല് കൊണ്ട് രണ്ടാൾ മാനേജൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. ഇവിടെ ഗ്രാനി ഗ്രാപ്പൊന്നുമില്ലല്ലോ. നേരെ വിടാ. കല്ലെല്ലാം പൊറിക്കുക. കല്ല് പൊറിക്കുക. ആയുഷുണ്ട് ഗൈസ്. രണ്ടാളെ തീർക്കേണ്ട കല്ലുണ്ട് ഈ സാധനം തന്നെ. നമുക്ക് ഗ്രാനിയെ കണ്ടുപിടിക്കണം. ഐശെടുത്ത് ഗ്രാനി തുടങ്ങാം. ഗ്രാനി എന്താ വരാത്തേ ഗൈസ്? എന്തൊരു ഒച്ച കേൾക്കാത്ത ഗൈസ്? ഒച്ച കേൾക്കുന്നില്ല ഗൈസ്. അപ്പം ഗ്രാനി വന്നിട്ടുണ്ട്. ഒച്ച കേൾക്കാണ്ട് ഗ്രാനി നമ്മളത് വന്നിട്ടുണ്ട്. തേടിയ പോലെ കാലിച്ചുട്ടി എന്ന് പറയുന്ന പോലെ വന്നിട്ടുണ്ട് ഗൈസ്. അത് എന്ത് തെറിക്കലൊന്നും കണ്ടില്ല. ചെറിയ കല്ലാൻ മേത്തുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ തെറിച്ച അങ്ങനെ ശരിയാവും ഗ്രാനി? ഭയങ്കര തെറിക്കലായിപ്പോയി. എന്താ ചെയ്യുക ഗൈസ്? ഗ്രാൻഡ് എന്താ കാണാത്ത? ഗ്രാൻഡ് നിങ്ങളെ കെട്ടിയോട് ഇവിടെ അടിച്ചിട്ട് നിങ്ങൾ കാണുന്നില്ലേ? വേമ്പാ തോക്കും കൊണ്ട് നമുക്ക് ഇവിടുന്ന് അപ്പൊക്കെ ഒരു കല്ല് പുറക്കാം.
അഥവാ ഗ്രാൻഡ് പെൻ അടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഒരു ഉണ്ടെന്നെ കൊണ്ട് അതല്ലേ ഗ്രാൻഡ് പ ഗൈസ്. ഗ്രാൻഡ് പ തോക്കുമ്പോൾ വെറുതെ മറ്റേ ഉണ്ടിയും കള്ള് ഗൈസ്. തോക്ക് എടുത്തിട്ട് അതിൽ ഉണ്ടെങ്കിൽ ഇയാളെ തന്നെ തീർക്കാം. തീർത്ത് ഗൈസ് ഇവിടെ കെണിയിട്ടിനി അമ്പട കുളിച്ചു. ഞങ്ങൾക്ക് മേലെ പോയിട്ട് കാക്കനെ അങ്ങ് തീർത്തളിയാ. എൻ്റെ അമ്മ കാർന്ന് എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. മേലെ പോയിട്ട് അമ്പട കുളിച്ചു. ഗ്രാനി പെണീക്കാനായിന്ന് തോന്നുന്നു. അമ്മ ഗ്രാൻഡ് പെണ്ണെ കുറേ നേരം കാത്തു നിനി പെണീച്ചിട്ടുണ്ടാവും. ഒരൊച്ച പോലെ കെട്ടിനി ഗ്രാനീൻ്റെ ഒച്ച തന്നെയാണ്. ഗ്രാനീൻ്റെ ഒച്ച തന്നെയാണ്. കുഴപ്പമില്ല നമുക്ക് ഇവിടെ അത് ഡ്രോപ്പ് ചെയ്യാം. ഷെഡിന് മുന്നിൽ ഷെഡിൽ ഡ്രോപ്പ് ചെയ്യാം. ജസ്റ്റ് മിസ്. അവിടെ കുടുങ്ങിയിരുന്നെങ്കിൽ കയ്യിലേനു. ജസ്റ്റ് മിസ്സിനാട്ടാ ഗൈസ്. ഇപ്പുറത്ത് വേറെ സാധനം. ഇതെന്ത് സാധനം? ഇതും അതേപോലത്തെ കാർബോർഡ് വെട്ടിയാ ഗൈസ്. നമുക്ക് താഴെ കൊണ്ടിടാം. അത് നമുക്ക് ഇവിടുന്ന് താഴേക്ക് ചെയ്യണം ഗൈസ്. താഴേക്ക് ഇന്നിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ താഴേക്ക് ഇന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അത് താഴെ ഇട്ടിട്ട് ഇപ്പോൾ താഴേക്ക് കീയാണ് ഗൈസ്. അപ്പം ഗ്രാനി നമ്മളെ കണ്ട് ഗൈസ്. അതിൻ്റെ ഒച്ച കേട്ടിട്ടാന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ ഗ്രാനി പിടിക്കാൻ വീണു. ഞാൻ വെറുതെ താഴെയിട്ട് ഗൈസ്. നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കണമെങ്കിൽ ഉണ്ടയില്ല. മേലെ പോയിട്ട് നമുക്ക് ഗണ്ണെടുത്തിട്ട് വരാം ഗൈസ്. ഗണ്ണെടുക്കാൻ പോവാം. അപ്പാപ്പനെ എണീറ്റുണ്ടാവും ഗൈസ്. അപ്പാപ്പനെ കാര്യം പറയുമ്പോൾ കണ്ടാവും ഇപ്പോൾ പിടിക്കണ്ടേന്ന്. രക്ഷപ്പെട്ട് അപ്പാപ്പനെയും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കല്ലമ്മ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കല്ലമ്മിട്ട് പുറക്കിയിട്ട് കല്ലും പൂശണം. ആദ്യം നമുക്ക് ഷെഡ് കീ ഓർക്കാം. ഇപ്പോൾ ഇവിടത്തേക്ക് ഗ്രാനി വരും. ഇത് നമുക്ക് ഗൈസ് ഇത് വെറൈറ്റി സാധനം എല്ലാം നമുക്ക് ആ മുന്നിൽ കൂട്ടിയിടാം ഗൈസ്. മുന്നിൽ പോയിട്ട് കൂട്ടിയിടാം. വെറൈറ്റി സാധനമാണ് ഇത് ഗൈസ്. നമുക്ക് അവിടെ പോയി കൊണ്ടിടാം. ഇവിടെ ഒരു കല്ല് ഉണ്ട്. അത് പുറക്കിയിട്ടുണ്ട്. ആടിയ കല്ലുണ്ട്. അതും പുറക്കാം. ആവശ്യമാണ് ഇവിടെ ഒരു കല്ലുണ്ട്. മൂന്നാമത്തെ ഒരു കല്ല് ഇവിടെ കണ്ടിന്യൂ. ഇവിടെ ഒന്നും കല്ലില്ല ഗൈസ്. ഇത് തോന്നിയതാണ്. ഇത് ഇട്ടാൽ എന്നിട്ട് ഈ സാധനം എടുക്കുക. അപ്പുറത്ത് എന്തായാലും ഗ്രാനി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാനിനെ ഇട്ട് പൂശ. അപ്പോൾ ഗ്രാൻഡ് പ് എന്തായാലും വരും. അപ്പോൾ ഗ്രാൻഡ് പെനെയും പൂശ. പിന്നെ നമുക്ക് ബാക്കി സാധനമെല്ലാം സെർച്ച് ചെയ്യാൻ പോവാം ഗൈസ്. ഗ്രാനി കണ്ട ഗ്രാനി ഗൈസ്. താഴെ വീണാൽ ഒച്ച കേൾക്കുന്നില്ല ഗൈസ്. താഴെ വീണാൽ ഒച്ച കേൾക്കുന്നില്ല. ഗ്രാനീനെ അതുകൊണ്ട് വിളിച്ച് വെച്ചിരിക്കാൻ കഴിയില്ല ഗൈസ്. നമുക്ക് ഈ വത്തക്കം മുറിക്കുന്ന സാധനമില്ലേ, സോറി ഗ്രാനി വണ്ടലാന്നല്ലേ, ഈ തേങ്ങ മുറിക്കുന്ന സാധനം ഒച്ചയാക്കി ഗ്രാനി ഇങ്ങോട്ട് വരുത്തിച്ചിട്ടുണ്ട്. ഇതൊരു ഹെഡ് ഷോട്ട് അങ്ങ് പൊളിക്കുക. അതിനുശേഷം ഗ്രാൻഡ് പെനെ വെയിറ്റ് ചെയ്യണം അവിടെ കുറച്ച് നേരം. അപ്പോൾ ഗ്രാൻഡ് പെൻ വരും. അപ്പോൾ നമുക്ക് ബാക്കി പണി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തോട്ട് സെർച്ച് ചെയ്യണം. അതിന് ബാക്കി പണി ഗ്രാൻഡ് പ അപ്പുറത്ത് വരാനാണ് ചാൻസ്. 100 ആയിസട്ടാ ഗ്രാൻഡ് പ. ഇങ്ങോട്ട് നോക്കിയെന്ന് ഗൈസ് കൊണ്ടുവന്നിട്ട് പോയി. ഒരു ഉണ്ട് ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് അതിന് ബോധം കെത്താം ഗൈസ്. അത് ഗൈസ് തല കറങ്ങുന്നില്ല കാണിച്ച് ബോധം കെട്ട് ഗൈസ്. അങ്ങനെ ഗ്രാൻഡ് പി ബോധം കെട്ടിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ പ്ലാങ്ക് എടുക്കാം. സീലോട്ടല്ലേ പ്ലാങ്ക് എടുക്കാൻ പോണ്ടേ. സീലോട്ടല്ലേ മേലെ പോയിട്ട് വെച്ചിട്ട് നമുക്ക് എന്താക്കണ്ടേ, ഞാൻ മറന്നുപോയി. മറ്റേ അപ്പുറത്തെ സ്ഥലത്ത് ഒരു റൂമില്ലേ പലക വെച്ചിട്ട് അപ്പുറത്ത് പോകുന്ന ആ റൂം ഗൈസ്. പിന്നെ വീട് വെച്ചിട്ടുണ്ട്, പലക വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പാപ്പൻ്റെ റൂമൊന്ന് ചെക്ക് ചെയ്യണം. അപ്പാപ്പൻ്റെ റൂം ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ അവളത് വെപ്പൺ എടുത്തിട്ട് വന്നല്ലേ. നമുക്ക് ഈ ഷെൽഫ് നോക്കാം. ഷെൽഫ് മാച്ച് ബോക്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരും. നമ്മുടെ കാക്കനെ കൊല്ലാൻ ആവശ്യമില്ലെങ്കിലും
ആവശ്യമുണ്ട്. അതാകുമ്പോൾ തോക്കിനെ കൊണ്ട് തീർത്തിട്ടുണ്ട്. മറ്റേ ഹോട്ട് എയർ ബലൂണില്ലേ, ബലൂണിൽ എന്തായാലും ഇത് വേണോ, മാച്ച് സ്റ്റിക്ക് വേണോ, മറ്റേ കത്തിച്ചിട്ട് പോകുന്നേക്കൂലേ. താഴെ വീണിട്ടില്ലേ? ആ താഴെ വീണിന്. നമുക്ക് ഗണ്ണിൽ ഉണ്ടില്ല, അതാണൊരു ചെറിയൊരു പ്രശ്നം. ഗണ്ണിന് ഉണ്ടില്ല. താഴെ ഗ്രാൻഡ് ഉണ്ടോയെന്നും അറിയില്ല. പൈസയുടെ ഗ്രാൻഡ് ഒന്നുമില്ല. ഗ്രാൻഡ് പേടിയൊന്നും കേട്ടോ, സ്പൂണാകാം പേടിയാന്ന് തോന്നുന്നു. സ്പൂണാകാൻ മറ്റേ അടി കൊണ്ടാൽ പൈസ ഇത് മേലെ തന്നെ കൊണ്ടിടാം. വേണ്ട, മേലെ വേണ്ട, നമുക്ക് താഴെ കൊണ്ടിടാം. തോക്കിനെ കൊണ്ടപ്പോൾ ലാസ്റ്റ് പൂശണ്ടേ, എസ്കേപ്പ് ആകുമ്പോൾ പൂശാകണം. അതാണ് ഇത് വർക്കത്ത്. എസ്കേപ്പ് ആകുമ്പോൾ പൂശാകണം. പൈസ നമുക്ക് പ്ലാങ്ക് വെച്ച സ്ഥലത്തേക്ക് പോവാം. പ്ലാങ്ക് വെച്ച സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ എന്താ തപ്പാം പൈസ. പിന്നെ നമ്മളെ ഇത് കറക്കിയിട്ട് പാലത്തിനപ്പുറത്ത് ഓക്സിജൻ സിലിണ്ടർ കൊടുത്തൊന്ന് സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് കണ്ട് അത് തിരിക്കേണ്ട ചക്രം കിട്ടണം. അതിൻ്റെ ഇവിടുന്ന് കിട്ടിയാൽ മതി. പൈസ എന്നൊക്കെ എഴുന്നാക്കാൻ തോന്നി. അവൻ കിട്ടി, അവൻ കിട്ടിയിട്ടുണ്ട്. അതാ ഗ്രാൻഡ് അവിടെ തന്നെ ഉണ്ട്. കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ പൈസ. അങ്ങനെ ഗ്രാൻഡ് പോയിട്ട് നേരെ ഗ്രാനിൻ്റെ വായിൽ പോയി ചെന്നിർത്ത്. ഞാൻ ഇപ്പോൾ ലിഫ്റ്റിനുള്ളിൽ കയറിയിട്ടുള്ളത്. ഇവിടുന്ന് ഗ്രാനി പോകുന്ന വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഗ്രാനി അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആടെ പോയിട്ട് ഇത് വെക്കണം. എന്നിട്ട് പിന്നെ എന്താക്കണം, തോക്ക് എടുത്തിട്ട് രണ്ടെണ്ണത്തിന് പൂശ. എൻ്റെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെടുത്ത് വെക്കുക. ഇതാണ് നമ്മളെ മെയിൻ പരിപാടി. അതിൻ്റെ നമുക്ക് പൂശിയിട്ട് ചക്രം തിരിക്കാം. അതിൻ്റെ ഒരു അതിൻ്റെ ഇത് പൈസ ഗ്രാനി മേലേക്ക് പോകുന്നുണ്ട. തീർന്ന് വെച്ചാൽ ശരി കിട്ടൂല. അപ്പം ബാക്കിൽ നിന്ന് അടിക്കാൻ പറ്റില്ലല്ലോ, മുന്നിൽ നിന്നല്ല അടിക്കാൻ പറ്റുമോ. കുറച്ച് ബാക്കിൽ നിന്നിട്ടടിക്കുക. ഗ്രാൻഡ് പോട്ടെ. ഈ ഒച്ച കേൾക്കാണ്ടിരിക്കൂല. കെട്ടിയോളം പൂശുന്ന ഒച്ച കെട്ടിയോൻ കേൾക്കാണ്ടിരിക്കുമോ? ഓർത്തു കെട്ടിയോന് ഗ്രാൻഡ് പാ ഓർത്തു കാണാനില്ലല്ലോ. ഇപ്പം ഗ്രാൻഡ് എണീക്കുന്നതിന് മുന്നേ വരുമോ? ഗ്രാൻഡിനെ കാണുന്നില്ല. എന്നിട്ട് ഇവിടെ ഗ്രാൻഡിനെ കാണാത്ത ഗ്രാൻഡ് പുറത്ത് ഗ്രാൻഡ് ആ വണവളം വന്ന് ആ ബ്രിഡ്ജ് എടുത്തിന്. കൈസ് അപ്പുറത്താണ് ഒരു ഓക്സിജൻ സിലിണ്ടർ. എന്തിൻ്റെ സിലിണ്ടറാണെന്ന് അറിയില്ല, എന്തൊരു സിലിണ്ടർ ഉണ്ട്. അത് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാകുമ്പോൾ ഇതുവരെ കാണാത്ത എങ്ങനെയാണ് ഇത്രയിൽ. അതുകൊണ്ട് നമുക്ക് ഇതും ആവശ്യം വരുമായിരിക്കും. ഗൈസ് ഇത് നമുക്ക് ആടെ കൊണ്ടിടാം. പിന്നെ ഗൈസ് നമുക്ക് അടുക്കളയിൽ നിന്ന് തപ്പണം. അടുക്കളയിൽ ഒന്നും തപ്പിയിട്ടില്ല. അതും തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞു. അന്ന് നമുക്ക് ഷെൽഫിൽ തുടങ്ങാം. ഇപ്പുറത്തൊന്നുമില്ല. ഇപ്പുറത്തുനിന്ന് സാധനം കിട്ടി. ഇനി എന്തെങ്കിലും സാധനം വേണോ ഗൈസ്? എന്തെങ്കിലും സാധനം വേണം, കണക്കറിയില്ല ഗൈസ്. അവിടെ എന്തൊരു സാധനം ഇവിടെ എന്തോ കാണിക്കുന്നു ഗൈസ്. എന്താ കാണിക്കുന്നു ഗൈസ്? കൊട്ട. നമുക്ക് കയറിയിരിക്കേണ്ട കൊട്ടയെന്ന്. ഇത് രണ്ടാമത്തെ സാധനം നമ്പർ എഴുതി വെച്ചിന് ഓരോ പെട്ടിയിൽ. ഗൈസ് ഇതെങ്ങനെ വെക്കണ്ടേ, ഫിറ്റ് ചെയ്യണ്ടേ ഗൈസ്? മേലെ തൊടണം. ഭയങ്കരമാണ്. മേലെ തൊട്ടാലോ പോലാവും ഗൈസ്. ഇത് നമുക്ക് ഇതാക്കാം. സിലിണ്ടർ നമുക്കങ്ങ് ഫിറ്റ് ചെയ്യാം. സിലിണ്ടർ ആടെയെന്ന് ഗൈസ്, കണ്ടില്ല ഗൈസ്. ഫിറ്റ് ചെയ്യാൻ പുറത്തിട്ടുണ്ട് ഗൈസ്. ഈ സാധനം എടുത്തിട്ട് ഇതാക്കണം ഗൈസ്. അപ്പൊക്കെ ഗ്രാനി കണ്ട് ഇതാ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഉണ്ടെടുത്തിട്ട് പൂശ തോക്ക് ആദ്യം എടുക്കട്ടെ. തോക്ക് അങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് വെട്ടിച്ച് കയറാൻ ഈ നമ്മുടെ തേങ്ങ മുറിക്കുന്ന സാധനമില്ലേ, ആ സാധനത്തിന് വട്ടം നാരങ്ങ കളിപ്പിക്കുക. വട്ടം നാരങ്ങ. എന്നിട്ട് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉണ്ടെടുക്കാം.
രണ്ടെണ്ണത്തിന് പൂച്ച നമുക്ക് ഒരു പിരാതെടുക്കുന്നു. രണ്ടെണ്ണത്തിന് പൂച്ചയെ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. കൊടുത്തു. ആ വരുന്നുണ്ട് വേക്കുന്ന ഉണ്ടെടുക്ക് ഉണ്ടെടുക്ക്. ആ ആ പൂശി ഗ്രാൻഡ് പെക്കുള്ളൊരു ഉണ്ടുണ്ട്. വേവാ വേവാ ഒരാളിപ്പോൾ നമുക്ക് കാത്തു കാണുന്നില്ലേ? ക്ഷമില്ല. കൊടുത്തു ഗ്രാൻഡ് കൊടുത്തു. ആ ഒറ്റ ഒരു ഉണ്ടേ ഉള്ളൂ ഗൈസ്. ഗ്രാൻഡ് വിളിച്ചോടെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് നേരത്തെ എടുത്ത സാധനം തന്നെ, വേറൊന്നുമല്ല. ഇത് ഇവിടെ ഒന്നും നോക്കണ്ട, കയറി അവിടെ വെക്കണ്ട. നേരത്തെ കാണിച്ചിനി മാച്ച് സ്റ്റിക്കിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്കിയിട്ട്? ഞാൻ വെറുതെ കൊണ്ടിട്ട് ഗൈസ്. എന്തോ കാണിക്കുന്നു. ഇതാദ്യം ഓണാക്കണം ഗൈസ്. ഗൈസ് ഓണായി എസ്കേപ്പ് ആക്കുകയാണ്. എസ്കേപ്പാണ് കംപ്ലീറ്റ് ആക്കി പറന്നു പോയി ഗൈസ്. എസ്കേപ്പ് ആയിട്ടുണ്ട്. പുതിയ വന്ന എസ്കേപ്പാണ്. നമ്മുടെ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ആക്കി